നമസ്കാരം. രാജ്യത്തുനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ബീന ജോൺ. പ്രധാന വാർത്തകൾ. പ്രവേശനോത്സവത്തോടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് KLM സംഘടന. വാർത്തകൾ വിശദമായി. പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച 8:20 പ്രാർത്ഥനയോടുകൂടി വിശ്വാസ പരിശീലന ക്ലാസുകൾക്ക് ആരംഭം കുറിച്ചു. KTSM പ്രിൻസിപ്പൽ വെറോനിക്ക ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്തു. വികാരി ഫാദർ ജോൺ പാവർട്ടിക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനുമായി വന്ന കുഞ്ഞുമക്കളെ സമ്മാനങ്ങൾ നൽകി വിശ്വാസ പരിശീലന യൂണിറ്റ് ഒന്നടങ്കം സ്വീകരിച്ചു. വിശ്വാസ പരിശീലന അധ്യാപകരായി പുതുതായി ചേർന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രണീതയ്ക്കും പുത്തിരി ജോമോൻ ജോസിനും വിശ്വാസ പരിശീലന അധ്യാപക കൂട്ടായ്മയിലേക്ക് സ്വാഗതം. പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് KLM സംഘടന. കഴിഞ്ഞ ഞായറാഴ്ച KLM സംഘടനയുടെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നേതൃത്വം നൽകിയ KLM സംഘടനയ്ക്ക് വികാരി അച്ഛൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. CFC വാർത്തകളിലേക്ക്. ജൂലൈ 5 ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് CLC സംഘടന നേതൃത്വം നൽകുന്നതായിരിക്കും. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ദിന അനുസ്മരണവും +2 പാസ്സായവർക്കുള്ള അനുമോദന ചടങ്ങും അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. പുതിയതായി CLC സംഘടനയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ 5 ചേരാൻ അവസരമുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മാതൃവേദിയുടെ യോഗം വികാരിയച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്നു. മാതൃവേദിയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പാസ്സായ കുട്ടികൾക്ക് കേഷ് അവാർഡ് നൽകി അനുമോദിച്ചു. സ്വർഗത്തിൽ 25ാം പിറന്നാൾ ആഘോഷിക്കുന്ന സെന്റ് വിൻസെന്റ് പോൾ യൂണിറ്റിലെ ചിറ്റിലപ്പള്ളി ജോസിലെ പ്രാർത്ഥനാ മംഗളങ്ങളോടെ കുടുംബാംഗങ്ങൾ. 4ാം ജന്മദിനം ആഘോഷിക്കുന്ന സെന്റ് ജോസഫ് യൂണിറ്റിലെ ആളൂർ കിഴക്കുത്ത് ഷിൻഡോ മിനി ദമ്പതികളുടെ മകൻ എൽവിൻ ഷിൻഡോയ്ക്ക് ജന്മദിന ആശംസകളോടെ പപ്പ, അമ്മ, അമ്മാമ്മ ചേർന്നു. 8ാം ജന്മദിനം ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റിലെ റിജോയ് ജോബിത ദമ്പതികളുടെ മകൻ എഡ്വേർഡ് ജോഹാൻ റിജോയ്ക്ക് ജന്മദിന ആശംസകളോടെ ഹെവൻലി ക്രിസ്ത്യൻ. 9ാം പിറന്നാൾ ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റിലെ കൂനിശ്ശേരി ജോയ് ഫിലോമിന ദമ്പതികളുടെ മകൻ ഗോഡ്സൺ ജോയ്ക്ക് ആശംസകളോടെ കുടുംബാംഗങ്ങൾ. അറിയിപ്പുകൾ. അടുത്ത ഞായറാഴ്ച ജൂൺ 14 ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KCYM മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 7 മണി മുതൽ കൂട്ടുതിരുനാൾ കമ്മിറ്റിയുടെ യോഗം ഉണ്ടായിരിക്കും. ജൂൺ 21 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദർശന സഭയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ജൂൺ 21 ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മീഡിയ സെൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെ ഉള്ളവർക്ക് വിവിധ ക്ഷേമനിധി പദ്ധതികളിൽ ചേരാൻ KLM സംഘടന അവസരമൊരുക്കുന്നു. താല്പര്യമുള്ളവർ KLM സംഘടനാ അംഗങ്ങളെ സമീപിക്കേണ്ടതാണ്. ഈ ആഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ. 3 മണിക്ക് തിരുക്കുടുംബം യൂണിറ്റിലെ ആലപ്പാട്ട് അന്തോണി വിൻസെന്റിന്റെ ഭവനത്തിൽ. 3:30 സെന്റ് മേരീസ് യൂണിറ്റിലെ മാറോക്കി ജോസ് നിക്സന്റെ ഭവനത്തിൽ. 4 മണിക്ക് വിശുദ്ധ മിഖായേൽ യൂണിറ്റിലെ പള്ളിപ്പുറം വാറപ്പൻ സെബാസ്റ്റ്യന്റെ ഭവനത്തിൽ. 4:30 സെന്റ് പീറ്റർ യൂണിറ്റിലെ പാലക്കൽ ജോസഫ് ഫിലോമിനയുടെ ഭവനത്തിൽ. 5 മണിക്ക് സെന്റ് ജോർജ് യൂണിറ്റിലെ
കരിങ്ങട മാത്യു ഫ്രാൻസിസിന്റെ ഭവനത്തിൽ. 5:30 സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ തെക്കേ ഉദരക്കുളം വർക്കി ജോർജിന്റെ ഭവനത്തിൽ. 6 മണിക്ക് സെന്റ് അൽഫോൻസ യൂണിറ്റിലെ ആളൂർ റപ്പായി വർഗീസിന്റെ ഭവനത്തിൽ. ഈ ആഴ്ചയിലെ വായനകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് ജോർജ് യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.